കഴിഞ്ഞ കാലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ഇറാൻ യുദ്ധം, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വ്ളോഗിൽ സംസാരിക്കാൻ പോകുന്നത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അതാത് സമയങ്ങളിൽ കാണാൻ വേണ്ടി ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ടോപ്പിക്കിലേക്ക് കടക്കാം. ഫെബ്രുവരി മാർച്ച് 2026 സമയങ്ങളിൽ ഇസ്രായേൽ US-ന്റെ സഹായത്തിൽ ഇറാനിൽ നടന്ന യുദ്ധം, അതേ തുടർന്ന് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം, അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് യുദ്ധത്തിൻ്റെ പിന്നിൽ, എന്താണ് അവരുടെ സ്ട്രാറ്റജി എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോൾ മുൻവിധിയോട് കൂടിയാണ് ഈ യുദ്ധത്തിനെ ഇവിടെയുള്ള രാഷ്ട്രീയക്കാർ കാണുന്നത്. ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയക്കാരൊക്കെ കാണുന്നത് മുൻവിധിയോട് കൂടിയാണ്. പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനം എപ്പോഴും ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ശത്രുക്കളെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ, നിലവിൽ കമ്മ്യൂണിസ്റ്റ് രാജ്യം എന്ന് പറയുന്നത് ചൈന, ജനാധിപത്യ സ്വാതന്ത്ര്യമില്ലാത്ത നോർത്ത് കൊറിയ, ക്യൂബ, ഇങ്ങനെയുള്ള രാജ്യങ്ങളാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ, അല്ലെങ്കിൽ പണ്ട് ഈ സോവിയറ്റ് യൂണിയൻ്റെ സമയത്ത് ഉണ്ടായിരുന്ന പോലത്തെ ആശയങ്ങൾ ഇപ്പോഴും കൊണ്ടു നടക്കുന്ന കുറച്ച് രാഷ്ട്രീയക്കാർ പല കൺട്രീസിലും ഉണ്ട്. ഇപ്പോൾ US-ൽ വരെ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. ഭരണമില്ലെങ്കിൽ പോലും ഒരു ആശയങ്ങൾ അവിടെയൊക്കെ ഉണ്ട്. ഇത്തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാരും ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എപ്പോഴും ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ അമേരിക്ക കുത്തക രാഷ്ട്രം എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനെല്ലാം എതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇവർ യഥാർത്ഥത്തിൽ കാര്യം അറിയാതെ അല്ലെങ്കിൽ കാര്യം അറിയാൻ പറ്റാത്ത ആൾക്കാരെ തെറ്റിക്കുക എന്നുള്ള രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അമേരിക്കയെ സ്ഥിരം കുത്തക രാഷ്ട്രം എന്ന് വിളിച്ചിട്ടാണ് കേരളത്തിലെ കുറേ രാഷ്ട്രീയക്കാർ ചികിത്സ ചെയ്യാനും മറ്റും അമേരിക്കയെ പോലെയുള്ള കുത്തക ആശുപത്രിയിലും മായോ ക്ലിനിക്കിലൊക്കെ പോകുന്നത്. അപ്പോൾ ഈ അമേരിക്കയുടെ അലിയാണ് ഇസ്രായേൽ, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ അലിയാണ് US എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഈ മുൻവിധി ഇല്ലാത്ത രീതിയിലാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പ്രശ്നത്തിൻ്റെ കാരണം എന്താണെന്നുള്ള കാര്യം. എല്ലാ രാജ്യവും എല്ലാ രാഷ്ട്രങ്ങളും മറ്റൊരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം പ്രാധാന്യം കൽപ്പിക്കുന്ന അവരവരെ സിറ്റിസൺസിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അതാണ് US നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ യുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറാൻ പറഞ്ഞാൽ കേൾക്കാതെ, അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസിനെ അനുസരിക്കാതെ യുറാനിയം എൻറിച്ച്മെൻറ്റ് ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്നു, അല്ലെങ്കിൽ ആറ്റം ബോംബ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഡെവലപ്പ് ചെയ്യുകയാണ്. ഇതാണ് പ്രധാനപ്പെട്ട കാരണം. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെ രാജ്യമായിട്ടുള്ള, അല്ലെങ്കിൽ വെസ്റ്റേൺ ഏഷ്യൻ കൺട്രി ആയിട്ടുള്ള ഇറാൻ പോലെയുള്ള ഒരു രാജ്യം ന്യൂക്ലിയർ പവർ കരസ്ഥമാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ലോകരാഷ്ട്രങ്ങളുടെ നിലനിൽപ്പിനെയും സാധാരണക്കാരുടെ നിലനിൽപ്പിനെയും ബാധിക്കും. അത് അമേരിക്കൻ സിറ്റിസൺസിനെ ബാധിക്കും. നമ്മുടെ രാജ്യത്തിനെ വരെ അത് ഭാവിയിൽ, നമ്മുടെ ഇന്ത്യയെ വരെ ബാധിക്കാൻ ഭാവിയിൽ കാരണമായി തീരും. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് എപ്പോഴും പാശ്ചാത്യ രാജ്യങ്ങൾ, ഇറാൻ പോലെയുള്ള രാജ്യങ്ങൾ, അല്ലെങ്കിൽ ഒരു രാജ്യങ്ങളും പുതിയ രീതിയിൽ പുതുതായിട്ട് ന്യൂക്ലിയർ വെപ്പൺസ് കൈവരിക്കാൻ അനുവാദം കൊടുക്കാത്ത കാരണം. അപ്പോൾ UN അനുസരിക്കാത്തത് കൊണ്ടാണ് US-ഉം ഇസ്രായേലും ഇടപെട്ടത്. 2025 ഇസ്രായേൽ ഒരു 12 ദിവസം നീണ്ടു നിന്ന യുദ്ധത്തിൽ ഏർപ്പെടുകയാണ് ഇറാനുമായിട്ട്. 2025 വർഷം 13-ാം തീയതിക്കും 24-ാം തീയതിക്കും ഇടയിലാണ് ഈ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള അറ്റാക്ക് നടക്കുന്നത്. ഈ യുദ്ധം നടന്നപ്പോൾ 1190 ഇറാനിയൻ പൗരന്മാർ മരിച്ചുപോയി. 5800 പേർക്ക് പരിക്കേറ്റു. ഇതിൽ മരണപ്പെട്ടതിൽ 319 പേരെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല.
അതേ യുദ്ധത്തിൽ തന്നെ ഇസ്രായേൽ ഇറാന്റെ 950 ഡ്രോൺസ് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പേ തന്നെ നശിപ്പിച്ചു. 200-ലധികം ബാലിസ്റ്റിക് മിസൈൽസിനെ ഇല്ലാതാക്കി. 2 F-5 ഫൈറ്റർ ജെറ്റ്സിനെ ഇല്ലാതാക്കി. ഒരു KC-707 ഫ്യൂലിംഗ് എയർക്രാഫ്റ്റിനെ നശിപ്പിച്ചു. ഈ യുദ്ധം നടത്തിയത് അമേരിക്കയുടെ സഹായത്തോടു കൂടിയായിരുന്നു. ഇപ്പം ഇങ്ങനത്തെ ഒരു സംഭവം 2025 ജൂൺ മാസം നടക്കുകയാണ്. ഇനി ഈ 2025 ജൂൺ മാസം നടന്ന യുദ്ധത്തിന്റെ കാരണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇസ്രായേൽ ഇറാൻ ആ സമയത്ത് ആക്രമിച്ചു എന്നുള്ളതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നീണ്ടകാലം നിന്ന പ്രോക്സി വാറിന്റെ ഭാഗമായിട്ടാണ് ഈ യുദ്ധം നടക്കുന്നത്. അതേ വർഷം ഇറാൻ ഇസ്രായേലിന് നേരെ അനാവശ്യ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ പുറത്തിറക്കുകയാണ്, പ്രസ്താവനകൾ. ഇറാൻ പറയുകയാണ് ഇസ്രായേലിനെ നശിപ്പിക്കും. എന്നിട്ട് ഇവർ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ, അതേസമയം നമുക്കറിയാം ഇസ്രായേൽ എപ്പോഴും പാലസ്തീനിലെ ഹമാസ് തീവ്രവാദികളുമായിട്ട് യുദ്ധത്തിലാണ്. അതുപോലെ ലെബനോനിലെ ഹെസ്ബോള്ള തീവ്രവാദികളുമായിട്ട് യുദ്ധത്തിലാണ്. അപ്പം ഇവർ പറഞ്ഞത്, ഇറാൻ പറഞ്ഞത് ഈ ഇസ്രായേലിനെ എന്ത് ചെയ്യും, നശിപ്പിക്കും. ഈ പാലസ്തീനിന് ഒരു സർക്കാരുണ്ട്, പക്ഷെ പാലസ്തീനിൽ നീണ്ട കാലങ്ങളായി അവിടുത്തെ ഹമാസ് തീവ്രവാദികൾക്ക് ആയുധം നൽകുന്നത്, ഫിനാൻഷ്യൽ സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഇറാനാണ്. ഇപ്പോൾ ഗാസ സ്ട്രിപ്പ് ഇരിക്കുന്നത് ഈ പാലസ്തീൻ്റെയും ഇസ്രായേലിൻ്റെ ബോർഡറിലാണ്. ഇപ്പോൾ പാലസ്തീനിൽ മുഴുവനും ഹമാസ് തീവ്രവാദികൾക്ക് കൺട്രോളില്ല. പാലസ്തീനിൽ ഒരു സർക്കാരുണ്ട്, ഒരു പൊളിറ്റിക്കൽ വിങ് ഉണ്ട്, അല്ലെങ്കിൽ അവരെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന ഒരു അഡ്മിനിസ്ട്രേഷനുണ്ട് പാലസ്തീനിൽ. പക്ഷേ ഈ പാലസ്തീനിൽ ഗാസ എന്ന് പറയുന്ന കേന്ദ്രത്തിൽ സർക്കാരിനെക്കാട്ടും കൂടുതൽ അവിടെ ഇൻവോൾവ്മെന്റ് ഉള്ളത്, അല്ലെങ്കിൽ ആ സ്ഥലം പിടിച്ചടക്കി വെച്ചിരിക്കുന്നത് ഈ ഹമാസ് തീവ്രവാദികളാണ്. ഇപ്പോൾ പാലസ്തീൻ മുഴുവനും പ്രശ്നക്കാരല്ല, പാലസ്തീൻ ഒരു ഗവൺമെന്റ് ഉണ്ട്. പക്ഷേ ഈ പാലസ്തീനിലുള്ള ഗാസ സ്ട്രിപ്പിന്റെ കൺട്രോള് ഈ ആംസ് ഉപയോഗിച്ചുകൊണ്ട് ഹമാസ് തീവ്രവാദികൾ പിടിച്ചു വച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ അവിടെ ഇരുന്നുകൊണ്ടാണ് ഇസ്രായേലിനെ ഇവർ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഹമാസ് പോലെയുള്ള, അല്ലെങ്കിൽ ലെബനോനിലെ ഹെസ്ബോള്ള പോലെയുള്ള, അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും ലെബനോനിന് ഈ ഹെസ്ബോള്ള തീവ്രവാദികളെ നശിപ്പിക്കാൻ പറ്റും, പക്ഷെ അവർ ചെയ്യുന്നില്ല. ഇതാണ് എൻ്റെ സംഭവം. അപ്പോൾ ഇങ്ങനെ ഇവരെ സഹായിച്ചുകൊണ്ട്, ആയുധങ്ങളെ കൊടുത്തുകൊണ്ട് ഇറാൻ ഇസ്രായേലിനെ ഇങ്ങനെ ഭീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 2015 ഒരു സാങ്ഷൻ ഉണ്ടായി. അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. JCPOA എന്ന് പറഞ്ഞാൽ 6 രാജ്യങ്ങളുടെ കൂട്ടമാണ്. UN സെക്യൂരിറ്റി കൗൺസിൽ 5 പെർമനന്റ് മെമ്പേഴ്സ് അടങ്ങിയിരിക്കുന്ന സെക്യൂരിറ്റി കൗൺസിലുണ്ട് UN. അതിൻ്റെ കൂടെ ഒരു കൺട്രിയും കൂടെ, അതായത് ചൈന, ഫ്രാൻസ്, റഷ്യ, UK ആൻഡ് US, ഇനി ജർമ്മനി. ഈ രാജ്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറാന് നേരെയുള്ള, അല്ലെങ്കിൽ ഇറാന് നൽകിയിരിക്കുന്ന ഒരു അവകാശം, ന്യൂക്ലിയർ പ്രോഗ്രാമിന് വേണ്ടിയുള്ള അവകാശം റദ്ദാക്കുകയാണ്. ഇനി ഇറാൻ പോലുള്ള ഒരു രാജ്യം ന്യൂക്ലിയർ ആംസ് ഡെവലപ്പ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ തീരുമാനിക്കുകയാണ്. യഥാർത്ഥത്തിൽ അതിന് മുമ്പേ തന്നെ UN ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഒരു രാജ്യങ്ങളും യുറാനിയം ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് പോലെയുള്ള, അല്ലെങ്കിൽ ഈ ന്യൂക്ലിയർ വെപ്പൺസ് ഡെവലപ്പ് ചെയ്യാനുള്ള ദൗത്യങ്ങളിൽ ഏർപ്പെടരുത് എന്ന് UN വിലക്കിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കരാറുണ്ട്. ഒരു രാജ്യങ്ങളും ലോകത്ത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. പണ്ട് ചെയ്തത് അങ്ങനെ തന്നെ ഇരിക്കും, പക്ഷെ പുതുതായിട്ടൊന്നും ചെയ്യാൻ പാടില്ല. എങ്കിലും ഇറാൻ ഇങ്ങനെ ചെയ്തിട്ട് UN പ്രത്യേകിച്ച് ആക്ഷൻ ഒന്നും എടുത്തില്ല. 2015 ഒരു ആക്ഷൻ എടുത്തു. ഈ JCPOA, നേരത്തെ പറഞ്ഞ UN സെക്യൂരിറ്റി കൗൺസിലിലെ 5 പെർമനന്റ് മെമ്പേഴ്സും ഒരു അഡീഷണൽ കൺട്രിയായ ജർമ്മനിയും കൂടെ ചേർന്ന് എന്ത് ചെയ്യാണ്, ഈ ഇങ്ങനത്തെ ഒരു ആക്ടിവിറ്റി ഇനി ഏർപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞ് ഈ സ്ട്രിക്റ്റ് അന്തിമ ശാസനം ഇറാന് കൊടുക്കുകയാണ്. പക്ഷെ ഇറാൻ ഇത് അനുസരിക്കുന്നില്ല.
ഇനി നമ്മൾ അടുത്ത കഥയിലേക്ക് വരാൻ പോവുകയാണ്. UN എപ്പോഴും പ്രവർത്തിക്കുന്നത് ഈ ന്യൂക്ലിയർ വെപ്പൺസ് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, നേരത്തെ പറഞ്ഞതുപോലെ. അതിനു വേണ്ടിയിട്ടുള്ള ലീഗൽ ഫ്രെയിംവർക്കുകൾ പുറത്തെടുക്കുക എന്നുള്ളത് UN ഉത്തരവാദിത്തമാണ്. ഇതിന്റെ ലീഗൽ ഫ്രെയിംവർക്കുകൾ എന്ന് പറയുന്നത് ഒന്ന് ഇന്റർനാഷണൽ ട്രീറ്റീസ്, UN റെസൊല്യൂഷൻസ്, പിന്നെ ഇൻസ്പെക്ഷൻ മെക്കാനിസംസ്, ഇതുപോലുള്ള കാര്യങ്ങൾ. ഈ ഇൻസ്പെക്ഷൻ മെക്കാനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിനകത്ത് ന്യൂക്ലിയർ ഡെവലപ്മെന്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം വിലയിരുത്താൻ വേണ്ടിയിട്ട് അവിടെ പോയി പരിശോധിക്കാനുള്ള പൂർണ്ണ അനുവാദം കൊടുക്കണം. അതാണ് ഇൻസ്പെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ മിലിറ്ററി യൂസിന് വേണ്ടി ന്യൂക്ലിയർ വെപ്പൺസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ ഇല്ലെന്നുള്ള കാര്യം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? UN പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഉള്ള അനുവാദം ഉണ്ടായി കൊടുക്കണം. ഇത് കുറച്ച് രാജ്യങ്ങളുടെ സേഫ്റ്റിക്ക് മാത്രമല്ല, ഈ ലോകത്തിന്റെ സേഫ്റ്റിക്ക് വേണ്ടി, വേൾഡ് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് UN ചെയ്യുന്നത്. ഇപ്പോൾ 2017 ഇങ്ങനത്തെ ഒരു ട്രെറ്റി വരികയാണ്, ട്രെറ്റി ഓൺ ദ പ്രൊഹിബിഷൻ ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ്, TPNW എന്ന് പറയും. 2017 TPNW തീരുമാനിച്ചുവെങ്കിലും നടപ്പിലായത് 2021. ഈ 2021 TPNW പ്രാബല്യത്തിൽ വന്നതോടുകൂടി ലോകത്തിലെ ആദ്യത്തെ ന്യൂക്ലിയർ വെപ്പൺസ് ടെസ്റ്റിംഗ്, മാനുഫാക്ചറിങ്, അക്വയറിങ്, പ്രോസസ്സിങ് ഓർ ത്രെറ്റനിങ് ഇതുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ലീഗൽ എഗ്രിമെന്റ് ആയിട്ട്, ലീഗൽ ബൈൻഡിങ് ഇന്റർനാഷണൽ എഗ്രിമെന്റ് ആയിട്ട് TPNW മാറുകയാണ്. 2025 74 പാർട്ടികൾ ഇത് അംഗീകരിച്ചു. പക്ഷേ UN അംഗമായിരുന്നിട്ടും കൂടെ, ഇറാൻ എന്ന് പറയുന്ന UN അംഗമാണ്, ഒരു അംഗരാജ്യമായിട്ടും കൂടെ ഈ TPNW എന്ന് പറയുന്ന കരാറ് 74 പാർട്ടികൾ അംഗീകരിച്ചുവെങ്കിലും ഇറാൻ അത് അംഗീകരിച്ചില്ല. അപ്പോൾ അവസാനത്തെ കുറച്ച് വർഷങ്ങൾ കൊണ്ട് മൊസാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇസ്രായേലിന്റെ ഇന്റലിജൻസ് ഏജൻസിയാണ്. മൊസാദ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇറാൻ എന്തൊക്കെ ചെയ്യുന്നു, യുറാനിയൻ എൻറിച്ച്മെന്റ് ആക്ടിവിറ്റിയിൽ, അതായത് യുറാനിയം ഉപയോഗിച്ചാണ് ന്യൂക്ലിയർ വെപ്പൺസ് ഡെവലപ്പ് ചെയ്യുന്നത്, ന്യൂക്ലിയർ ടെക്നോളജി ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് യുറാനിയം ഉപയോഗിച്ചാണ്. യുറാനിയത്തിന്റെ ഉൽപാദനം കൂട്ടുന്നുണ്ടോ ഇല്ലെന്നുള്ള കാര്യം രഹസ്യമായിട്ട് ഈ മൊസാദ് എന്ന് പറയുന്ന സംഘടന പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹ്യൂമൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത് യുറാനിയം എൻറിച്ച്മെന്റ് നടക്കുന്ന സ്ഥലങ്ങൾ ഡീപ്പായിട്ട് പരിശോധന നടത്തി. അതിൽ നിന്ന് മനസ്സിലാക്കിയത് ഇസ്രായേലിലെ നത്താൻസ്, ഫോർദോ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഇറാൻ മറ്റുള്ള രാജ്യങ്ങൾ അറിയാതെ അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടന അറിയാതെ യുറാനിയം എൻറിച്ച്മെന്റ് ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കിയത്. അപ്പോൾ ഈ ടെഹ്റാനിലെ ഷൊറാബാദ് ജില്ലയിൽ നിന്നും ഇസ്രായേലിന്റെ മൊസാദ് 2018 ഈ ഇറാന്റെ ന്യൂക്ലിയർ ആർക്കീവ് കണ്ടെടുക്കുകയാണ്, കുറച്ച് രേഖകൾ കണ്ടെടുക്കുകയാണ്. അപ്പോൾ ഇറാന്റെ കയ്യിൽ ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ പേരാണ് അമാദ് പ്രൊജക്ട്, AMAD. ഈ പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ ഇറാന്റെ രഹസ്യമായ രീതിയിലുള്ള യുറാനിയം എൻറിച്ച്മെന്റ് ആക്ടിവിറ്റിയും അതുപോലെ ആണവായുധങ്ങൾ നിർമ്മാണവും സംബന്ധിച്ച ഫയൽസാണ് അവർ കണ്ടെടുത്തത്. അപ്പോൾ ഈ അമാഡ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് പാശ്ചാത്യ രീതിയിലുള്ള ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട്, ഇപ്പം എപ്പോഴും ടെക്നോളജിയിലും അല്ലെങ്കിൽ ഡിഫൻസിലും മുന്നിട്ട് വയ്ക്കുന്നത് വെസ്റ്റേൺ കൺട്രീസ് ആണ്. അപ്പോൾ വെസ്റ്റേൺ രീതിയിലുള്ള ഇന്റലിജൻസ്, അതായത് പാശ്ചാത്യ രീതിയിലുള്ള ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട്, അങ്ങനെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ന്യൂക്ലിയർ വെപ്പൺസ് ഡെവലപ്പ് ചെയ്യുക, യുറാനിയം എൻറിച്ച്മെന്റ് ചെയ്യുക എന്നുള്ള രീതിയാണ് അവർ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഇസ്രായേൽ പോലെയുള്ള രാജ്യങ്ങൾ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് SIGINT ടെക്നോളജി പോലുള്ള രീതിയാണ് ആശയവിനിമയം, ഇലക്ട്രോണിക് സിഗ്നൽസ്
അതുപോലെയുള്ള സൈബർ റീകോണൈസൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് അതായത് ഇസ്രായേലിൻ്റെ ഈ പറയും പോലെ സിഗ്നൽ ഇൻ്റലിജൻസ് സിജിൻറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ SIGINT എന്ന് പറയും. ഇത്തരത്തിലുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് യുറാനിയം എൻറിച്ച്മെൻറ്റ് പോലെയുള്ള കാര്യങ്ങൾ ഒരു രാജ്യം ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ സിഗ്നൽ ഇൻ്റലിജൻസ് ആയിട്ടുള്ള SIGINT ഇതിൻ്റെ കൺട്രോള് മൊസാദിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഇവർ മനസ്സിലാക്കിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും കുറേ ഒരു വഴിത്തിരിവിലേക്ക് അത് എത്തുകയാണ്. ഇറാൻ ന്യൂക്ലിയർ വെപ്പൺസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു രാജ്യങ്ങളെയും അനുസരിക്കാതെ. അപ്പോൾ ഇതേ തുടർന്ന് ഇസ്രായേൽ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്താൻസിലുള്ള ഇറാൻ്റെ ആണവായുധം നിർമ്മിക്കുന്ന കേന്ദ്രത്തിൽ ഒരു സൈബർ അറ്റാക്ക് ചെയ്യുകയാണ്. നമ്മൾ ഈ കമ്പ്യൂട്ടറിലൊക്കെ ആൾക്കാർ ഹാക്ക് ചെയ്യുമെന്ന് പറയും പോലെ അവരെ ഇൻഫ്രാസ്ട്രക്ചറിനെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഹാക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിച്ച സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് സ്റ്റക്സ്നെറ്റ് സൈബർ അറ്റാക്ക് എന്ന് പറയും. സ്റ്റക്സ്നെറ്റ് STUXNET. ഇസ്രായേലും അമേരിക്കയും കൂടെ ചേർന്ന് ഇങ്ങനത്തെ ഒരു വോം ഡെവലപ്പ് ചെയ്യുകയാണ്. ഈ വോം ഉപയോഗിച്ചുകൊണ്ടാണ് സൈബർ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നത്താൻസിൽ ഉള്ള ഇറാൻ്റെ ആണവ കേന്ദ്രത്തിന് ഈ കമ്പ്യൂട്ടർ വഴി ഈ മാൽവെയർ കയറുകയാണ്. ഇപ്പോൾ വൈറസും ട്രോജനും ഈ വോം എന്നൊക്കെ പറഞ്ഞ ഒരു തരം മാൽവെയറുകളാണ്. ഇതിനെ കോമൺ ആയിട്ട് എല്ലാം വൈറസുകളല്ല, ഇതിനെല്ലാം കോമൺ ആയിട്ട് മാൽവെയർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഒരു വോം ഡെവലപ്പ് ചെയ്തത് ഈ ഇറാൻ്റെ നത്താൻസിൻ്റെ കമ്പ്യൂട്ടർ ഫെസിലിറ്റിയിലോട്ട് കടത്തി വിടുകയാണ്. അങ്ങനെ കടത്തി വിട്ടപ്പോൾ സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആണവായുധം നിർമ്മിക്കുന്ന സ്ഥലത്തുള്ള മെഷീൻസിൻ്റെ പ്രവർത്തനത്തിന് അത് കാര്യമായിട്ട് ബാധിച്ചു. അതിൻ്റെ സെൻട്രിഫ്യൂജസിനെയൊക്കെ ബാധിക്കുകയാണ്. അതുപോലെ നിയന്ത്രണമില്ലാതെ ഈ നത്താൻസിലെ ഫെസിലിറ്റി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇസ്രായേലിന് നേരിട്ട് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഇതിൽ ഡാമേജുകൾ വരുത്താൻ പറ്റി ഈ വോം ഉപയോഗിച്ചുകൊണ്ട്. പിന്നെ ഇതിൻ്റെ വേഗത കുറയ്ക്കാൻ പറ്റി. ഇത് എന്ന് പറഞ്ഞാൽ ഇത് പെർമനൻ്റ് ആയിട്ടല്ല, ടെമ്പററി ആയിട്ടുള്ള ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയത് ഈ വോം ഉപയോഗിച്ചുകൊണ്ട്. പിന്നെ ഈ അവരുടെ നത്താൻസിലെ ഇൻഡസ്ട്രിയൽ കൺട്രോൾ സിസ്റ്റത്തിനെ ഇത് ബാധിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം മന്ദഗതിയിലായി. പിന്നെ ഈ മെഷീൻസിൻ്റെ സെൻട്രിഫ്യൂജസ് അൺസൈസ് സ്പീഡിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോൾ അതോടുകൂടി ഇപ്പോൾ ഒരുപാട് രീതിയിൽ സ്ലോ ഡൗൺ ചെയ്തു ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാം. ഇപ്പോൾ ഈ വോം ഇവരെ കമ്പ്യൂട്ടർ ഫെസിലിറ്റിയിലൂടെ അയച്ചത് ഇറാന് നേരെയുള്ള ഈ ഒരു സൈബർ അറ്റാക്ക് ചെയ്തത് US-ഉം ഇസ്രായേലും കൂടെ ചേർന്നാണ്. അപ്പം അങ്ങനെ സംഭവിച്ചതോടുകൂടി വലിയ രീതിയിലുള്ള ഇറാൻ്റെ ന്യൂക്ലിയർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം മന്ദഗതിയിൽ അവർക്ക് ആക്കാൻ പറ്റി. ഇത് പെർമനൻ്റ് ആയിട്ടല്ല, താൽക്കാലികമായിട്ട് അത് ചെയ്യാൻ പറ്റി. ഇനി IAEA കുറിച്ചാണ് പറയാൻ പോകുന്നത്, അതായത് ദ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി. ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, UN അവരുടെ ആൾക്കാരെ ഓരോ കൺട്രീസോട് ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടി, സംശയമുള്ള രാജ്യങ്ങളിൽ ഇൻസ്പെക്ഷൻ നടത്താൻ വേണ്ടി അയക്കുന്നുണ്ട്. അവർക്ക് ആ രാജ്യം പരിശോധിച്ച് നോക്കണം അവിടെ ന്യൂക്ലിയർ ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം. അത് ഉറപ്പുവരുത്തുന്നതാണ് ഈ IAEA. ഇൻസ്പെക്ഷൻ മാത്രമല്ല നടക്കുന്നത്, ടെക്നിക്കൽ മെഷർമെൻറ്റ്സും അവർ പരിശോധിക്കും. അതുപോലുള്ള സാറ്റലൈറ്റ് മൂവ്മെൻറ്റുകളും പരിശോധിച്ച് അങ്ങനത്തെ രീതിയിൽ ഫെസിലിറ്റി എക്സ്പാൻഷൻസ് ഇതിനെക്കുറിച്ചൊക്കെ പരിശോധന നടത്തി ഈ ഏതെങ്കിലും ഒരു കൺട്രിയിൽ ഇതുപോലെയുള്ള ന്യൂക്ലിയർ ഫെസിലിറ്റി ഡെവലപ്പ് ആവുന്നില്ലെന്ന കാര്യങ്ങൾ അവർ പരിശോധിച്ച് നോക്കും. അതിനുവേണ്ടിയാണ് ഈ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് മനസ്സിലായി ഇറാനെ പറ്റി. പിന്നെ 2025 ജൂൺ മാസം എടുത്ത സാറ്റലൈറ്റ് ഇമേജസിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയ കാര്യം, ഇറാനിലെ കെർമൻഷായിലും നേരത്തെ പറഞ്ഞ നത്താൻസിലും ഇസ്ഫാഹിമിലും
പിരാൻ സഹറിലും വലിയ രീതിയിൽ യുറാനിയം എൻറിച്ച്മെന്റ് ആക്ടിവിറ്റി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ്. ഇസ്രായേൽ ഒറ്റയ്ക്കല്ല പ്രവർത്തിക്കുന്നത്, US സഹായത്തിലൂടെയാണ് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റികളെല്ലാം പരിശോധന നടത്താനും പ്രിവെന്റ് ചെയ്യാനും ഡിഫെൻഡ് ചെയ്യാനും എല്ലാം ഏർപ്പെടുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ IAEA എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ കീഴിൽ വരുന്നതല്ല, ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷനാണ്. UN ആണ് അവർക്ക് അതിനുള്ള അധികാരം കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഈ സാറ്റലൈറ്റ് ഇമേജസിന്റെയും മൊസാദിന്റെ രഹസ്യമായിട്ട് രീതിയിലുള്ള പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ അമാഡ് പ്രൊജക്റ്റ് എല്ലാം കണ്ടുകെട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയ കാര്യം ഇറാൻ യുറാനിയം എൻറിച്ച്മെന്റിൽ അവർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം വ്യക്തമായി. അപ്പോൾ ഈ നേരിട്ട് അറ്റാക്ക് കൊടുക്കുന്നതിന് മുമ്പേ ഒരുപാട് വാണിംഗ് US-ഉം ഇസ്രായേലും നടത്തി. പക്ഷെ ആ വാണിംഗ് ഒന്നും എന്ത് ചെയ്തില്ല. അന്ന് ജീവിച്ചിരുന്ന അയത്തുള്ള അലി ഖമേനി എന്ന് പറയുന്ന സുപ്രീം ലീഡർ, ഡിക്റ്റേറ്ററാണ്. ഈ നോർത്ത് കൊറിയയിലെ കിം ജോങ്ങിനെ പോലെ ഒരു ഡിക്റ്റേറ്ററാണ്. ഇങ്ങേര് ഇവർ പറഞ്ഞ ഇസ്രായേലിന്റെ വാക്കുകൾ അവർ കേട്ടില്ല. US-ഉം ഇസ്രായേലും പറഞ്ഞത് ഈ യുറാനിയം എൻറിച്ച്മെന്റ് ആക്ടിവിറ്റി നിർത്തിവെക്കണം, അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ കരാർ അംഗീകരിക്കണം എന്നുള്ള കാര്യമാണ്. TPNW കരാർ അത് അംഗീകരിക്കണമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തില്ല, അവർക്ക് അനുസരിച്ചില്ല. വീണ്ടും വീണ്ടും പാശ്ചാത്യ രാജ്യങ്ങളെ ചൊടിപ്പിക്കുന്ന രീതിയിൽ, ലോക സുരക്ഷയെ ബാധിക്കുന്ന രീതിയിൽ ഒരു രാജ്യം പോലും നിലവിൽ ന്യൂക്ലിയർ ഡെവലപ്മെന്റ് ആക്ടിവിറ്റിയിൽ ഏർപ്പെടാതെ UN അനുസരിച്ചിരുന്നപ്പോൾ ഇവരെന്ത് ചെയ്യാണ്, എൻറിച്ച്മെന്റ് രഹസ്യമായിട്ട് തുറന്നുകൊണ്ടിരിക്കുക. അതേ തുടർന്നാണ് US ഇറാൻ അറ്റാക്ക് ആരംഭിച്ചത്. അങ്ങനെയാണ് ജൂൺ 2025 22-ാം തീയതി ഇറാന്റെ 3 ആണവ കേന്ദ്രത്തിന് നേരെ ആക്രമണം ഉണ്ടായത്. ഇനി 2026 ഫെബ്രുവരിയിൽ നടന്ന, അതായത് ഈ വർഷം നടന്ന പ്രധാനപ്പെട്ട ഇസ്രായേൽ ഇറാൻ അറ്റാക്കിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈ ഫെബ്രുവരി 2026 അറ്റാക്കിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ അറ്റാക്ക് നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, യുദ്ധം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ തുടർന്നാണ് ഇവിടുത്തെ ഫ്യൂലിൻ്റെ വില കൂടിയത്, ഫ്യൂൽസ് കിട്ടാതായത്, വാണിജ്യ ആവശ്യത്തിനുള്ള ഗ്യാസിൻ്റെ വില കൂടി, അതുപോലെ ഭക്ഷ്യവസ്തുക്കളുടെ വില കൂടിയത് എല്ലാം ഇതിൻ്റെ കാരണമാണ്. പിന്നെ അത് മാത്രമല്ല, ഗ്യാസ് കിട്ടാതായത്, LPG ലഭിക്കാതായതെല്ലാം ഈ ഫെബ്രുവരി 2026 ആരംഭിച്ച യുദ്ധത്തിനെ തുടർന്നാണ് നമ്മുടെ കൺട്രിയിൽ, അതായത് ഇന്ത്യയിൽ. ഇനി നമ്മൾ ഫിലിപ്പീൻസ് പോലുള്ള കൺട്രീസിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫ്യൂവൽ ഇല്ല. പണ്ട് ശ്രീലങ്കയിൽ നടന്ന പോലത്തുള്ള ഒരു പ്രശ്നമാണ് ഇപ്പം ഫിലിപ്പീൻസ് നടന്നിരിക്കുന്നത്. ശ്രീലങ്കയിൽ ഫ്യൂവൽസ് ഇല്ലാതായി മാറിയല്ലോ. ഇപ്പോഴല്ല, ഇടയ്ക്ക് അവിടെ വെച്ച് ഭയങ്കര പ്രശ്നങ്ങൾ നടന്ന, ആഭ്യന്തര കലാപമൊക്കെ നടന്ന സമയത്ത് ഫ്യൂവൽ ഇല്ലാതായി. അതുപോലത്തെ പ്രശ്നമാണ് ഫിലിപ്പീൻസ് നടന്നിരിക്കുന്നത്. അവിടെ ഫ്യൂൽ ഇല്ല. അവിടെ ഒരാഴ്ച കഴിയുമ്പോഴേക്കാണ് ഫ്യൂൽ വരുന്നത്. അത് ഈ യുദ്ധമായിട്ട് ബന്ധപ്പെട്ടാണ് അവിടെ ഫ്യൂൽ കിട്ടാതായത്. പക്ഷെ നമ്മുടെ ഭാഗ്യത്തിന് നമ്മുടെ ഇന്ത്യയിൽ ഫ്യൂൽ കിട്ടുന്നുണ്ട്. ഫെബ്രുവരി 2026 നടന്ന യുദ്ധമാണ് ലോകരാജ്യങ്ങളെല്ലാം കാര്യമായ രീതിയിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. സാധനങ്ങളുടെ വിലക്കയറ്റവും സ്വർണത്തിൻ്റെ വിലക്കയറ്റം ഇതെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി ജൂൺ 2025 നടന്ന അറ്റാക്കിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. 2026 60% പ്യൂരിറ്റിയോട് കൂടിയുള്ള യുറാനിയം വികസനത്തിൽ ഇറാൻ എത്തപ്പെട്ടു. 60% പ്യൂർ യുറാനിയം അവരെന്ത് ചെയ്തു, 60% പ്യൂരിറ്റിയിൽ അവർ ഡെവലപ്പ് ചെയ്തു. ഇതിൽ 60% പ്യൂരിറ്റിയിൽ യുറാനിയം ഡെവലപ്പ് ചെയ്തു എന്ന് പറയാൻ കാരണം IAEAയുടെ റിപ്പോർട്ടാണ്. അപ്പോൾ ഈ യുറാനിയം വെപ്പൺ ഗ്രേഡായിട്ട് മാറണമെങ്കിൽ, അല്ലെങ്കിൽ ആയുധത്തിന് വേണ്ടി അത് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ 90% എത്തണം. അപ്പോൾ 60% വരെ എത്തി, 90% വളരെ ക്ലോസ്ഡ് ആണ്. ഇപ്പോൾ യുറാനിയം പ്യൂരിറ്റി
എൻറിച്ച് ഈ എന്ന് പറയുന്ന വലിയ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, പ്യൂർ യുറാനിയത്തിൻ്റെ ഉൽപ്പാദനം 60% നിന്ന് 60% വരെ എത്തി. അത് എപ്പോഴാണ് 90% ആവുന്നത്, അപ്പോൾ അത് ആയുധത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ വെപ്പൺ ഗ്രേഡ് എന്ന് പറയുന്നത് 90% ഏകദേശം അതിൻ്റെ അടുത്ത് വരെ എത്തി. അപ്പം അതുവരെ കാത്തിരിക്കാൻ ബോധമുള്ള ഒരു രാജ്യങ്ങളും അനുവദിക്കില്ല. അതുകൊണ്ടാണ് 60% എത്തിയ ഉടനെ തന്നെ ഈ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഫെബ്രുവരി 28 നടന്ന സംഭവമാണ്. ഇസ്രായേലും യുഎസും ചേർന്നുകൊണ്ട് ലാർജ് സ്കെയിലിലെ അറ്റാക്കുകൾ ഇതെല്ലാം ഇറാന് നേരെ അഴിച്ചുവിടുകയാണ്. അപ്പോൾ അതേസമയം മാധ്യമങ്ങളോട് ട്രംപ് പറഞ്ഞത് to defend the American people by eliminating imminent threats from the Iranian regime എന്നാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ, തുടക്കത്തിൽ പറഞ്ഞ പോലെ, ഏതൊരു രാഷ്ട്രത്തിൻ്റെയും സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് അതാത് ഭരണകർത്താക്കളാണ്. അപ്പോൾ അത് തന്നെയാണ് ഈ അമേരിക്കയും ചെയ്തുകൊണ്ടിരുന്നത്, അതുപോലെ ഇസ്രായേലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, മഹ്സ അമിനിയുടെ മരണത്തിന് ശേഷം അവിടെ കണ്ടിന്യൂസ് ആയിട്ട് ജെൻസി യുവജനങ്ങളും സ്ത്രീകളും കൂടെ ചേർന്ന് ഇറാനിയൻ സ്വേച്ഛാധിപത്യ ഭരണത്തിനെതിരെ കലാപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ പ്രൊട്ടസ്റ്റ് ചെയ്യുകയാണ്. മഹ്സ അമിനിയെ കൊന്നതോടുകൂടിയാണ് ഇറാനിൽ ആഭ്യന്തര കലഹം. അവിടെ സിറ്റിസൺസ്, അവരെ സ്വന്തം ആൾക്കാർ തന്നെയാണ് അതിനകത്ത് ഈ പറയുന്ന കലാപങ്ങൾ നടത്തുന്നത്. അതിൻ്റെ കാരണം, മഹ്സ അമിനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, 22 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി, ഹിജാബ് ധരിക്കാതെ യാത്ര ചെയ്തു എന്നും പറഞ്ഞ് ഇറാൻ സർക്കാർ തന്നെ അവരുടെ ഈ മത പോലീസ് തന്നെ എന്ത് ചെയ്യുകയാണ്, അവരെ സദാചാരവാദികളായിട്ടുള്ള ആ ഭരണകൂടം ഈ മഹ്സ അമിനിയെ കൊന്നുകളഞ്ഞു. അതേ തുടർന്നാണ് ജെൻസി പ്രക്ഷോഭം അവിടെ ആരംഭിച്ചത്. അവിടെ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന സമയം വരെ സ്ത്രീക്ക് ഹിജാബ് ധരിക്കാതെ യാത്ര ചെയ്യാമായിരുന്നു. അവിടെ ഒരു മതത്തിൻ്റെ ആധിപത്യം അവിടെ ഇല്ലായിരുന്നു. പിന്നീടാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്, ഈ ഇറാൻ, അതായത് പഴയ പേർഷ്യ, അവിടെ പേർഷ്യൻ ഭരണകൂടം, അതായത് ഒരു രാജഭരണമായിരുന്നു അവിടെ. ആ സമയത്ത് അവിടുത്തെ അന്നത്തെ രാജാക്കന്മാർ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ രാജകുടുംബം ചെയ്തത്, പാശ്ചാത്യ രീതിയിലുള്ള സംസ്കാരം ഇറാനിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ അവിടെ ഉണ്ടായിരുന്ന രാജഭരണം അവസാനിപ്പിച്ചു. പാശ്ചാത്യ രീതിയിൽ നല്ല സംസ്കാരത്തിൽ, വികസനത്തിൽ, വെസ്റ്റേൺ ഡ്രസ്സിങ്ങിൽ ഇതെല്ലാം യുവജനങ്ങൾ വളർന്നു വന്ന സമയമായിരുന്നു അത്. അപ്പോൾ സ്ത്രീകൾക്കുള്ള സ്വാതന്ത്ര്യം മുഴുവനും അടുത്ത് വന്ന ഭരണകൂടം, അവിടെ ഒരു കലാപം നടന്നു. അതിനാണ് ഇറാനിയൻ ഇസ്ലാമിക് റവല്യൂഷൻ എന്ന് പറയും. അതിനുശേഷം കുറേ പേര് രക്ഷപ്പെട്ടു. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കുറച്ച് പേര് രക്ഷപ്പെട്ട് പോയല്ലോ. അതുപോലെ കുറേ പേര് അമേരിക്ക പോലുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഇറാനിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി ഈ കലാപം നടന്ന സമയത്ത്. അപ്പോൾ അതുവരെ ഇത് ഹിജാബ് ചോയ്സ് ആയിരുന്നു, ഇടാതെ സ്ത്രീകൾക്ക് വേണമെങ്കിൽ യാത്ര ചെയ്യാമായിരുന്നു. പക്ഷേ പിന്നീട് അങ്ങനെയല്ല. പിന്നീട് അഫ്ഗാനിസ്ഥാനെ പോലുള്ള രീതിയിൽ ഹിജാബ് ഇല്ലാതെ പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ് സ്ത്രീകൾ അടിച്ചമർത്തപ്പെട്ടു വെച്ചിരുന്നു. പല സ്വാതന്ത്ര്യങ്ങളും, ഹിജാബ് മാത്രമല്ല പല സ്വാതന്ത്ര്യങ്ങളും സ്ത്രീക്ക് ഇല്ലാതെയാക്കി. അപ്പോൾ അതേ തുടർന്ന് അവിടെ വലിയൊരു കലാപം നടക്കുകയാണ്. ആ കലാപം ഇന്നും നീണ്ടു നിൽക്കുകയാണ്. യുവജനങ്ങളെ അടിച്ചമർത്തുക, സ്ത്രീകളെ അടിച്ചമർത്തുക, സ്ത്രീകൾക്കുള്ള സ്വാതന്ത്ര്യം ഇല്ലാതാക്കുക, ഇതിനൊക്കെതിരായിട്ടുള്ള കലാപം. അപ്പോൾ മഹ്സ അമിനിക്ക് വേണ്ടി ശബ്ദമുയർത്തിയവരെയൊക്കെ ഇറാൻ സർക്കാർ തന്നെ, സ്വന്തം ഗവൺമെൻറ് തന്നെ എന്ത് ചെയ്യാണ്, കൊന്നുകളയുകയാണ്. അപ്പോൾ ട്രംപ് പറഞ്ഞത് ഈ യുദ്ധം ഇറാൻ്റെ ജനതയുടെ നന്മയും കൂടെയാണ്. കാരണം അവിടെ ഒരു സുപ്രീം ലീഡർ ഇല്ലാതായി, പകരം ഡെമോക്രാറ്റിക് രീതിയിലുള്ളൊരു ഭരണം വരണമെന്ന് അവിടുത്തെ ജനത ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനതയും അവിടുത്തെ യുവജനങ്ങൾ, ഇറാൻ്റെ യുവജനങ്ങൾ യുഎസിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ഈ യുദ്ധത്തിൽ.
അതുകൊണ്ടാണ് ആ രാജ്യത്തിനകത്തുള്ള ആൾക്കാർ തന്നെ ഈ കൊമേനി മരിച്ചപ്പോൾ സന്തോഷിച്ചത്. താഴത്തുള്ള കൊമേനി ജീവിച്ചിരുന്ന സമയത്ത് അങ്ങയുടെ നേതൃത്വത്തിൽ ഈ വർഷം ഗൾഫ് കൺട്രികളിലെ ആക്രമിക്കാൻ തുടങ്ങി ഇറാൻ. ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കാൻ തുടങ്ങിയത് അതിൻ്റെ കാരണം ഗൾഫ് രാജ്യങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രതിരോധമില്ല. ഗൾഫ് GCCയിലെ പല രാജ്യങ്ങളും ഈ ദുബായ് ആണെന്നുണ്ടെങ്കിലും, അതായത് UAE ആണെന്നുണ്ടെങ്കിലും, ഒമാൻ ആണെന്നുണ്ടെങ്കിലും, മറ്റുള്ള ഗൾഫ് കൺട്രീസൊക്കെ ആണെന്നുണ്ടെങ്കിലും, അതായത് GCC കൺട്രീസ്, ഇവിടെ എല്ലാം US-ൻ്റെ ബേസ് ഉണ്ട്, ആർമി ബേസ് ഉണ്ട്. ഇപ്പോൾ ഈ മിഡിൽ ഈസ്റ്റിലെ ഈ രാജ്യങ്ങളെല്ലാം സംരക്ഷിക്കുന്നത് അമേരിക്കൻ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ പട്ടാളമാണ്. അപ്പോൾ ഇവർ മറ്റുള്ള ഈ പറയും പോലെ GCC കൺട്രീസിനെ ആക്രമിക്കാൻ തുടങ്ങി ഇറാൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ കാര്യം, ഇവിടുത്തെ രാഷ്ട്രീയക്കാർ പണ്ട് അന്നം തരുന്ന നാട് എന്നൊക്കെയാണ് ഗൾഫ് കൺട്രീസിനെ പറഞ്ഞത്. അന്നം തരുന്ന രാജ്യമാണ് ഇവിടുത്തെ കേരളത്തിലെ രാഷ്ട്രീയക്കാർ, പ്രധാനമായിട്ട് കമ്മ്യൂണിസ്റ്റുകാർ, അന്നം തരുന്ന രാജ്യം. പക്ഷേ ഇപ്പോൾ അന്നം തരുന്ന രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണ്? ലോക്ക്ഡൗണിനെ സംഭവിച്ചതുപോലെ ഇവിടെയാണ് ഇതൊന്നും നമ്മൾ മനസ്സിലാക്കാത്തത്. നമ്മുടെ ഇന്ത്യയിലൊക്കെ ലോക്ക്ഡൗൺ വന്നതുപോലെ GCC കൺട്രീസിൽ ലോക്ക്ഡൗൺ ആണ്. പല കമ്പനികളും പൂട്ടിയിട്ടിരിക്കുകയാണ്. ആൾക്കാർക്ക് തൊഴിലില്ല. കാരണം യുദ്ധം, അതാണ് കാരണം. സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പല സ്ഥാപനങ്ങളും അടച്ചു പൂട്ടിയിരിക്കുന്ന അവസ്ഥയിലാണ്. ഇപ്പോഴേ ഇടയ്ക്കാണ് തുറന്ന് വന്നു തുടങ്ങിയത്. എയർലൈൻസൊക്കെ നിർത്തി, അതുകൊണ്ട് അവിടെ ഇരിക്കുന്നവർക്ക് നാട്ടിൽ വരാൻ പറ്റാതായി. അപ്പോൾ ലോക്ക്ഡൗൺ പോലത്തെ ഒരു സമാന രീതിയിലുള്ള ഒരു അന്തരീക്ഷമാണ് GCC കൺട്രീസിൽ. ഇറാൻ കാരണം ഈ GCC രാജ്യങ്ങളെ ആക്രമിക്കുന്നു. കാരണം അവിടെയെല്ലാം US-ൻ്റെ ആർമി ബേസ് ഉണ്ട്. അപ്പോൾ ഈ അന്നം തരുന്ന രാജ്യങ്ങൾക്ക് വേണ്ടി പണ്ട് ഷോ ഇറക്കിയ ആൾക്കാരെല്ലാം ഇപ്പം ഈ ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ള ആൾക്കാർ ഇറാനെ സപ്പോർട്ട് ചെയ്യുകയാണ്. ഇറാൻ എന്ത് നന്മയാണ് ഈ മാനവ രാശിക്ക് നൽകിയെന്നും കൂടെ നമ്മൾ ചിന്തിക്കണം. ഏറ്റവും കൂടുതൽ ഫോറിൻ റെമിറ്റൻസ് വരുന്നത് ഗൾഫ് രാജ്യങ്ങളിലാണ്, ഇന്ത്യയിൽ. ആ ഗൾഫ് രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാരാണ് ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്ന രീതിയിൽ ഇറാനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ടും അവർ ഈ പറഞ്ഞ കേരളത്തിൽ നടന്ന നിയമസഭാ ഇലക്ഷനിൽ പരാജയപ്പെടുകയാണ്. ഇപ്പോൾ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് സൈനിക അറ്റാക്ക് നടത്തുകയാണ്. ഇവരിത് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെർമാൻ ഷായിലെ നേരത്തെ പറഞ്ഞ ന്യൂക്ലിയർ ഫെസിലിറ്റി ഉള്ള സമീപത്തുള്ള സ്ഥലമാണ്. അവിടെയുള്ള SA-65 ഏരിയൽ ഡിഫൻസ് സിസ്റ്റത്തിനെ അറ്റാക്ക് ചെയ്യുകയാണ്. അങ്ങനെ വലിയ രീതിയിലുള്ള നഷ്ടം അവർക്ക് സംഭവിച്ചു. യുദ്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പല രാജ്യങ്ങളും ഇറാനെ സപ്പോർട്ട് ചെയ്ത് മുന്നിൽ വന്നു. മെജോറിറ്റി രാജ്യങ്ങൾ, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ യുക്രൈൻ സപ്പോർട്ട് ചെയ്തത് ഇസ്രായേലിനെയാണ്. സെലൻസ്കി US-ഉം ഇസ്രായേലും ചേർന്ന് നടത്തുന്ന യുദ്ധത്തിനെ അനുകൂലിച്ചാണ് സംസാരിച്ചത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം റഷ്യയുമായിട്ടുള്ള തർക്കമാണ്. കാരണം റഷ്യ ഇസ്രായേലിനെതിരെയാണ്, ഇറാന് സപ്പോർട്ടാണ്. അതുകൊണ്ട് അവർ എന്ത് ചെയ്യാണ്, ഉക്രൈൻ ഔദ്യോഗികമായിട്ട് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു പ്രഖ്യാപനമായിരുന്നു. അദ്ദേഹം പറഞ്ഞ എങ്ങനെയാണ്, events in the Middle East and the Gulf regions are unfolding extremely rapidly. Unfortunately, Ukrainian knows as too well that is this about. Although Ukrainian never threatened Iran, the Iranian regime chose to become Putin's accomplice and supplied him with shared drones. And not only the drones themselves, but also the technologies to produce them. Iran also provided other weapons to Russia. Over the course of this full-scale war, Russia has used more than 57,000 shade-type attack drones against the Ukrainian people, cities, energy infrastructure. Other nations have also suffered from Iranian-backed terror.
It is fair to give the Iranian people a chance to rid themselves of a terrorist regime and to guarantee security for all nations that have suffered from terror originating in Iran. സെലൻസ്കി പറഞ്ഞത് ഈ ഷെയ്ഡഡ് ടൈപ്പ് ഡ്രോണുകൾ 57,000 എണ്ണം ഉക്രൈന് നേരെ പുട്ടിനെ പ്രയോഗിക്കുകയാണ്. ഇതൊക്കെ ഇതിനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തത് ഇറാനാണ്. അപ്പം ഇവർ തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. ഇറാന് റഷ്യയ്ക്കും ആയുധങ്ങൾ കൊടുക്കുമായിരുന്നു. അതുപയോഗിച്ചാണ് ഉക്രൈനെ ഈ റഷ്യ ആക്രമിച്ചത്. ഇനി അതേസമയം ഉക്രൈൻ പോലുള്ള ഒരു രാജ്യം ഇറാനെതിരായിട്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ പാകിസ്ഥാൻ ചെയ്തത് മനസ്സിലാക്കണം. പാകിസ്ഥാൻ അമേരിക്കയുടെ ഫ്രണ്ടായിരുന്നിട്ട് ഈ യുദ്ധം നടന്ന സമയത്ത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പതാക പാകിസ്ഥാനിലുള്ള ആൾക്കാർ കത്തിക്കുകയാണ്. പാകിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി ഇറാനെതിരെയാണ് സംസാരിക്കുന്നത്. അൺവാറണ്ടഡ് അറ്റാക്സ് എന്നാണ് അദ്ദേഹം പ്രസ്താവന നടത്തിയത്. നമ്മൾ എന്തുകൊണ്ട്, അല്ലെങ്കിൽ ലോക ജനത എന്തുകൊണ്ട് ഇസ്രായേലിനെയും UN-നെയും സപ്പോർട്ട് ചെയ്യണം എന്നുള്ള കൺക്ലൂഷനിലേക്കാണ് ഇനി കടക്കുന്നത്. ഐക്യരാഷ്ട്ര സംഘടന അവതരിപ്പിച്ച TPNW അംഗീകരിക്കുക എന്നുള്ളത് എല്ലാ രാജ്യങ്ങളെയും ഉത്തരവാദിത്തമാണ്. ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ലോക സുരക്ഷയെ തന്നെ അത് ബാധിക്കും. ഇവിടെയുള്ള ലോക്കൽ രാഷ്ട്രീയക്കാർക്കും ഈ സ്വാർത്ഥ താല്പര്യമുള്ള ആൾക്കാർക്കും ഹിരോഷിമ നഗസാകിയെ കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. ഹിരോഷിമ നഗസാകിയിൽ ഇന്നും ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അംഗവൈകല്യത്തോടു കൂടിയാണ് ജനിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പേ നടന്ന ആ യുദ്ധത്തെ തുടർന്ന് ഇന്നും ഇവിടെയുള്ള ആൾക്കാർ ജനിതക വ്യത്യാസത്തിൽ മ്യൂട്ടേഷൻ സംഭവിച്ച കുഞ്ഞുങ്ങളായിട്ടാണ് വളർന്നു വരുന്നത്. അപ്പോൾ ഇനിയൊരു യുദ്ധം, ഇനിയൊരു ന്യൂക്ലിയർ അറ്റാക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ വിദഗ്ധർ പറയുന്നത് ലോകത്തിലെ 3-ൽ 1 ഇല്ലാതായി തീരുമെന്നാണ്. അല്ലെങ്കിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-ാം ലോക മഹായുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ വലിയൊരു ഗ്രേറ്റ് റെസ്റ്റോറേഷൻ സംഭവിക്കും. എല്ലാ ടെക്നോളജിയും ഇല്ലാതായി തീരും. മനുഷ്യർ പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകേണ്ടി വരും. അതായത് മറ്റേ ശിലായുഗം പോലത്തെ ഒരു കാലത്തിലേക്ക്. അതുകൊണ്ടാണ് സ്റ്റോൺസും സ്റ്റിക്സും ഉപയോഗിച്ചുകൊണ്ടായിരിക്കും പിന്നെ യുദ്ധം നടക്കുക എന്ന് വിദഗ്ധർ പറയുന്നത്. 4-ാം ലോക മഹായുദ്ധം അങ്ങനെ ആയിരിക്കുമെന്ന്. ഇനി മറ്റൊരു രീതിയിൽ എന്തുകൊണ്ട് ഈ ഇസ്രായേലിനെ അല്ലെങ്കിൽ അമേരിക്കയെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ആഗോള തീവ്രവാദം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇറാൻ ഇരുന്നുകൊണ്ട് സ്വന്തമായിട്ട് ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് ആക്ടിവിറ്റി ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ യുറാനിയം എൻറിച്ച്മെൻറ്റ് ആക്ടിവിറ്റി ചെയ്യുക എന്നുള്ള കാര്യമല്ല ചെയ്യുന്നത്. ഇവർ ഹമാസിന് പൈസ കൊടുക്കുകയാണ്, ഹമാസിന് ആയുധങ്ങൾ കൊടുക്കുകയാണ്, ഹെസ്ബോളയ്ക്ക് സഹായങ്ങൾ ചെയ്യുകയാണ്. ലെബനോനിൽ റഷ്യ പോലെയുള്ള ഒരു ഭീകര രാജ്യത്തിന് ആയുധങ്ങൾ നൽകുകയാണ്. അപ്പോൾ ആഗോള തീവ്രവാദത്തിന് വേണ്ടിയിട്ട് ഫണ്ട് ചെലവാക്കുന്ന രാജ്യമാണ് ഇറാൻ. അത് മാത്രമല്ല, അവിടുത്തെ സാധാരണക്കാരായ യുവജനങ്ങളെല്ലാം കൊന്നുകൊണ്ടിരിക്കുകയാണ്, സ്ത്രീകളെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്, കൊന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല. അവിടെ ഇലക്ഷൻ എന്ന് പറയുന്ന പരിപാടിയില്ല, മതഭരണമാണ്. അപ്പോൾ ഇതൊക്കെ മാറി വരണമെന്നുണ്ടെങ്കിൽ ഇസ്രായേലിനെയും ഇറാനെയും സപ്പോർട്ട് ചെയ്യണം. ആഗോള ഭീകരവാദം ഇല്ലാതാക്കാൻ വേണ്ടി. ആഗോള ഭീകരവാദം എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്നതാണ്. സ്വർണത്തിൻ്റെ വില നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ, സാധനങ്ങളുടെ വിലക്കയറ്റം ഇല്ലാതാവണമെന്നുണ്ടെങ്കിൽ, ഹോർമുസിൻ്റെ കൺട്രോൾ പാശ്ചാത്യ ശക്തികൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സാധനങ്ങളുടെ വില കൂടാൻ കാരണവും ഇന്ധനം ലഭിക്കാത്തതിൻ്റെ കാരണവും എല്ലാം, അത് ഇന്ധനം എന്ന് ഉദ്ദേശിക്കുന്നത് കുക്കിങ്ങും അതുപോലെ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഓയിലാണെന്നുണ്ടെങ്കിലും അതിൻ്റെ എല്ലാം ഏറ്റവും കൂടുതൽ വരവ് എവിടെ നിന്നാണ്? ഈ ഹോർമുസ് കടലിടുക്ക് വഴിയാണ്.
അപ്പോൾ ഹോർമുസ് എന്ന് പറഞ്ഞ ഇറാൻ്റെ സ്വന്തമല്ല, ഇറാൻ ക്ലെയിം ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഏരിയയാണ് ഈ ഹോർമുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് പാശ്ചാത്യ ശക്തികൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിലോ, മിഡിൽ ഈസ്റ്റിലെ ഇസ്രായേലിന് കിട്ടുകയാണെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഇസ്രായേലും യു എസും ചേർന്നവർ കൺട്രോൾ കിട്ടുകയാണെന്നുണ്ടെങ്കിലോ, അത് ലോക രാഷ്ട്രങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഒരു ഭീകരവാദ രാജ്യത്തിൻ്റെ കൺട്രോള് ഈ ഹോർമുസ് കടലിടുക്കിൽ നിന്ന് മാറി പാശ്ചാത്യ കരങ്ങളിലേക്ക് അത് ലഭിക്കണമെന്നുണ്ടെങ്കിലെല്ലാം ലോകരാജ്യങ്ങൾ ഇസ്രായേലിനെയും യു എസിനെയും സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇനി മറ്റൊരു കാര്യം, നമുക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു ന്യൂസ് കൊണ്ട് സാധാരണക്കാർക്ക് എന്താണ് അതിൻ്റെ ഇൻവോൾവ്മെൻ്റ് എന്നുള്ള കാര്യം കൂടെ പറഞ്ഞു തരാം. നമ്മൾ വോട്ടിട്ട് ചെയ്യിപ്പിക്കുന്ന ദേശീയ നേതാക്കൾ അല്ലെങ്കിൽ ദേശീയ പാർട്ടികൾ ഇവർ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നവരായി മാറണം, അല്ലെങ്കിൽ അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്നവരാക്കി മാറണം. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, സാധാരണക്കാർക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റൂല. ഈ ന്യൂസ് കേട്ടു അല്ലെങ്കിൽ യുദ്ധങ്ങൾ നടന്നു എന്ന് പറഞ്ഞ് ഈ ഒരു വീഡിയോ കണ്ടെന്നും പറഞ്ഞ് സാധാരണക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. പക്ഷെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വോട്ടിടുക എന്നുള്ളതാണ്. നമ്മളിപ്പോഴും പാശ്ചാത്യ ശക്തികളെ അനുകൂലിക്കുന്ന ഭരണകൂടത്തിന് വോട്ടിട്ട് എന്ത് ചെയ്യണം? അധികാരത്തിൽ കൊണ്ടുവരണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗ്ലോബൽ ടെററിസം ഇല്ലാതാക്കാൻ പറ്റും. ലോകം നല്ല പീസിലേക്ക് എന്തെങ്കിലും കടന്നു വരാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് സാധാരണക്കാർക്ക് ജനാധിപത്യ രീതിയിൽ ഈ രീതിയിലാണ് ഇതിനെല്ലാം ഇടപെടാൻ പറ്റുന്നത്. അപ്പോൾ താങ്ക് യു. ഇനിയും ഇതുപോലെ ഇൻഫോർമേറ്റീവുള്ള വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.